ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ വിക്രത്തിനെ വിളിച്ച് വഴക്ക് പറയാണ് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വരാത്തതിൽ. അപ്പോൾ വേദ ഇത് കേട്ട് നിൽക്കുന്നുണ്ട്. വേഗം തന്നെ പോയിട്ട് കിച്ചണിൽ ചെന്നിട്ട് വിക്രമിന് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. പച്ചക്കറിയൊക്കെ എടുത്ത് അരിയണാണിപ്പോൾ നന്ദിനി വന്നിട്ട് എന്താ അത്, ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയും കേട്ടോ. കിച്ചണിൽ ആരും ബ്രേക്ക് ഡാൻസ് കളിക്കാനൊന്നും നിൽക്കൂലല്ലോ എന്ന് പറയും കേട്ടോ. അതൊക്കെ കളിക്കുന്നവരുടെ ഇഷ്ടമാണ് നന്ദിനി പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടേ, ആണോ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പോവുകയാണ് വിക്രമിന് വേണ്ടിയിട്ട് എന്ന് പറയും. വിക്രമിന് വേണ്ടിയിട്ടാ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറഞ്ഞു, നന്ദിനി നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, വേദയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറയും. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ കയറ്റേണ്ടാന്നു എന്ന് പറയട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് ഇവളെ വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ, പണ്ടത്തെ ഇഷ്ടമൊന്നും വേദയോട് ഇപ്പം അമ്മയ്ക്കില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം പാചകമൊന്നും ചെയ്യണ്ടെന്ന് പറയട്ടോ. അപ്പോഴേക്കും കമലാമ്മ അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ഒച്ചയും ബഹളം എന്ന് പറയട്ടോ. അപ്പോൾ അമ്മ കണ്ടില്ലേ, ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അത് പോരാഞ്ഞിട്ട് ഇവള് വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അത് വിക്രമിന് വേണ്ടിയിട്ട് ഭക്ഷണം വേറെ ഇവളുണ്ടാക്കുകയാണെന്ന് പറയുകയാണേ. ഇവിടെ ഈ വീട്ടിൽ രണ്ടടുക്കള വേണോ അമ്മേ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദിനി ചെറുതായിട്ടൊരു എരി കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി അല്ല, വേദ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇവിടെ ചിലവർക്ക് മനസ്സിൽ ദേഷ്യമൊന്നും ഇല്ലെങ്കിലും പുറമേ ദേഷ്യമൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട്, അത് പിന്നെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല, എന്നാലും പിന്നെ ദേഷ്യം പുറമേ വെറുതെ കാണിക്കുന്നതാണെന്നൊക്കെ കമലാമ്മനെ ഉദ്ദേശിച്ചിട്ട് വേദ പറയുന്നുണ്ടേ. അപ്പോൾ പറയുന്നത്, നന്ദിനിയുടെ അടുത്ത് അങ്ങനെയല്ല കേട്ടോ, നന്ദിനിയുടെ അടുത്തേക്ക് കുശുമ്പാണ്, ഭയങ്കര കുശുമ്പാണ് എടി എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ നന്ദിനിയുടെ കാര്യം നോക്ക്, ഓരോരുത്തരുടെ കാര്യം നോക്കെന്ന് പറഞ്ഞിട്ട് കമലാമ്മ നടന്ന് പോകും കേട്ടോ. അപ്പോൾ വേദ പറയും, കേട്ടില്ലേ പറഞ്ഞത്, എന്ത് പറഞ്ഞെന്ന്, നിന്നോട് ഇവിടെ പാചകം ചെയ്യാനൊന്നും അമ്മ പറഞ്ഞിട്ടില്ലല്ലോ, ഓരോരുത്തരുടെ കാര്യം നോക്കാൻ പറഞ്ഞേ, നന്ദിനിയുടെ കാര്യം നോക്കി പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ചട്ടം വെച്ചിട്ട് ഒറ്റ അടി കൊടുക്കാണ് കേട്ടോ. ഒന്ന് പോയി പുറത്ത് പോയിരുന്നു വല്ല ഏഷണിയും കുശുമ്പൊക്കെ വിചാരിക്കുന്നു പറയട്ടോ. നന്ദിനി അണ്ണടിയിൽ പോയിട്ട് വാതിൻ്റെ അടുത്ത് തിരിഞ്ഞ് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറഞ്ഞു, നന്ദിനി പോയി, ഇനി വേദയ്ക്ക് ഇഷ്ടമുള്ള ചെയ്തോ, നന്ദിനിയുടെ അടുത്ത് പോകുന്നില്ല, അവിടെ വാതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. നന്ദിനി അങ്ങനെ ഒന്നും ചെയ്യില്ല ഇല്ലേ, അന്നേരം ഒറ്റ ഓട്ടത്തിന് ഞാൻ പിടിച്ചു തരാം എന്നിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടുകയാണ് കേട്ടോ വേദ. അപ്പോഴേക്കും നന്ദിനി ആ വാതിൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് ഓടണ വഴിക്ക് പെട്ടെന്ന് ഇടിഞ്ഞൊരു വീട് കേട്ടോ. വേദയും ശ്രീജയും കൂടിയിട്ട് ചെന്ന് നോക്കുമ്പോൾ നന്ദിനി താഴത്ത് കിടക്കണതാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് വേദ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, വല്ല കുഴമ്പോ തൈലം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കുശുമ്പോട് കൂടിയിട്ട് എഴുന്നിട്ട് കയ്യൊക്കെ ഒഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ വിക്രം ഇങ്ങനെ കിടക്കാൻ കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകണം. എടാ വിക്രം, നീ വരുന്നില്ലേ ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. എടാ വീടിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ ശരിയായിക്കോളും എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ വിക്രമിനെ ഫുഡ് കഴിക്കാൻ അവർ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ ഫുഡും കൊണ്ടുവരുന്നത്. അപ്പോൾ വിക്രം ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് കേട്ടോ. വേദ വരുമ്പോൾ രാജേട്ടൻ പറയുന്നത്, വെറുതെ അല്ലേ ഇവൻ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞത്, കുട്ടി കൊണ്ടുവരുന്ന അവനറിയാം, അതുകൊണ്ടാണ് അവന് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങൾ കുറച്ച് നേരമായി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകണം? അതെ, ഞങ്ങൾ കഴിക്കാൻ പോകുകയാണെന്ന് പറയും. അപ്പോൾ വിക്രം ചോദിക്കും, എന്തിനാണ് നീ ഈ ഫുഡ് കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ. വിക്രമിന് കഴിക്കാൻ അല്ലാതെ വേറെ ആർക്കാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഫുഡ് കഴിക്കാൻ പോകല്ലേ, നിങ്ങളെന്തായാലും പോയിട്ട് വാ. അപ്പോഴേക്കും വിക്രമിൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജോസഫ് പറയാം, അത് ശരി, പ്രൈവസി വേണോ അല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പോയി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. വിക്രം പോടന്ന് എന്ന് പറഞ്ഞിട്ട് ഓടിക്കും കേട്ടോ. അതിനുശേഷം വിക്രം ചോദിക്കാൻ കേട്ടോ, നീ എന്തിനാ ഇപ്പോൾ ഈ ഒരു ഭക്ഷണമൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോയതെന്ന് പറഞ്ഞിട്ട്. വിക്രം അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ഭക്ഷണം വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ തരാം, വിശക്കുമ്പോഴല്ലേ കഴിക്കാന്നൊക്കെ വേദ പറയുന്നുണ്ടേ. അന്നേരം വേദ പറയും, അതെ ഇവിടെ കാണുന്ന വിക്രം അല്ല അവിടെ കാണുന്ന വിക്രം അല്ല ഇവിടെ, അതെനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എവിടെ ഒരുപോലെ തന്നെയാണ്, അത് വെറുതെ പറയുന്നതാണ്, കാട്ടിൽ വെച്ചിട്ട് എന്നോട് എന്ത് സ്നേഹമായിരുന്നു, അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു ബലം പിടുത്തം, അതെന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളെ വീട്ടുകാരുടെ മുന്നിൽ നല്ല തല്ലുപൊളിയാണ്, ആ തല്ലുപൊളി തരം നിങ്ങൾ അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അപ്പം എന്നോടുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ വീട്ടുകാർ വിചാരിക്കില്ലേ നിങ്ങൾ നന്നായി പോയിന്ന്, അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ബലം പിടിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് പറഞ്ഞിട്ട്, അതെ കാട്ടിൽ വെച്ചിട്ട് ഭക്ഷണം 2 പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാന്നുണ്ടെങ്കിലേ എവിടെ വെച്ചിട്ടും വേദയ്ക്കും വിക്രമിനും ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പോയി കൈ കഴുകിയിട്ട് വായോ എന്ന് പറയും. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കാനിട്ട വേദന ചെറുതായിട്ടൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേദ പറയും, മുഖത്ത് വന്ന പുഞ്ചിരി മറക്കൊന്നും വേണ്ട, ചോറിന് മുന്നിലേ ദേഷ്യവും കാണിക്കേണ്ട, പോയി കൈ കഴുകിയിട്ട് വാന്ന് പറയുമ്പോഴത്തേനും വിക്രം ചെറുതായിട്ടൊന്ന് ചിരിക്കും കേട്ടോ. വേദനയോടുള്ള സമീപനത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ ശരിക്കും വിക്രമിന് വന്നു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ പറയുന്നുണ്ട് വേദ ചെല്ലി ഇനിയിപ്പോൾ ബലം പിടിച്ചു നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വേദ പറഞ്ഞിട്ടെ എന്ത് മന്ത്രജാലം ഉപയോഗിച്ചിട്ടുണ്ടാവോ ശ്രീനിവാസൻ നിങ്ങളെ കയ്യിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ എന്ത് ലോയാലിറ്റിയാണ് ഉള്ളത്? എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം അയാളിൽ നിന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിമപ്പെടലാണ് നിങ്ങൾ. അത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. നിങ്ങളുടെ ഭൂതകാലം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ വേറെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ. പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ അഴയൊക്കെ കിട്ടാണ് കേട്ടോ. അപ്പോൾ വേദ വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനാണിപ്പോൾ വേദ നീ അകത്തേക്ക് പോക്കോ, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് അറിയും കേട്ടോ. ഇത് എന്തായാലും വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയല്ലേ, വീട്ടുകാർ ഉപേക്ഷിച്ച ഒരാളുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ, എന്തായാലും ഈ മുറിയിലേക്ക് കയറിപ്പോയല്ലോ, അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ ശരിയാക്കാതെ നിവർത്തില്ല എന്ന് വേദ പറയും. അങ്ങനെ ആ സമയത്താണ് ശ്രീജയും വിശ്വനും കൂടെ വരുന്നിട്ടോ. കയ്യിലൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സിൻ്റെ കവറ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കട്ടോ. വിക്രം ഡ്രസ്സൊക്കെ കറക്റ്റാക്കി ഇടാൻ വേണ്ടി ഒരു ജനലിൻ്റെ അടുത്തൊരു മറ്റേ ഒരു മുണ്ട് വിരിച്ചിട്ട് കിടക്കണ്ട. വിക്രം നീ ഇവിടേക്ക് വയറൊക്കെ വലിച്ച് ലേറ്റ് എടുത്തോ, എത്ര ദിവസമാടാ ഇതൊക്കെ ഇങ്ങനെ മറച്ച് കെട്ടിയിട്ട് കിടക്കണത്, നിങ്ങൾ ഞങ്ങളെ റൂമിൽ വന്ന് കിടന്നു. അതൊന്നും വേണ്ട വിശ്വേട്ടാ, എനിക്കിതേ മിറ്റത്തായാലും കിടന്നാൽ മതി, ഞാൻ ഉറങ്ങിക്കോളും എന്ന് പറയട്ടോ. നിൻ്റെ കാര്യം ഓക്കെ, പക്ഷേ വേദന കാര്യം അങ്ങനെയാണോ എന്ന് ശ്രീജ ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീജേടത്തി, ഇവിടെ വിക്രം ഉണ്ടല്ലോ പിന്നെന്താ, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ വാതിൽ പുറത്തൊന്ന് കുറ്റിയിട്ടിട്ട് പോകാതിരുന്നാൽ മതിയെന്ന്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിക്രം ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് ശേഷം വിശ്വം പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ലടാ, കുറച്ച് ദിവസം മാത്രം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, പിന്നെയുള്ള കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രത്തിനൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം എടാ നിൻ്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയില്ലേ എന്ന് ചോദിക്കും കേട്ടോ. ഡ്രസ്സൊക്കെ കത്തിപ്പോയി എന്ന് പറയും. അതിനുശേഷം ശ്രീജയുടെ കയ്യിൽ നിന്ന് ഒരു കവറ് മേടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു കവറ്, കുറച്ച് ഡ്രസ്സാണ്, നിൻ്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയില്ലേ, അതുകൊണ്ട് നിനക്ക് കുറച്ച് ജീൻസ് ഷർട്ടൊക്കെ വാങ്ങിച്ചതാണെന്ന് പറയും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലോണിൻ്റെ കാര്യം പറയുന്നുട്ടോ. ഞാനൊരു ചെറിയ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, നിൻ്റെ കാശല്ലേ അച്ഛൻ വാങ്ങിക്കാത്തുള്ളൂ, എൻ്റെ കാശ് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഞാനൊരു ചെറിയ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടും. അപ്പോൾ ശ്രീജയ്ക്ക് ഒരു കമ്മലും ഈ ഒരു മുറി ശരിയാക്കലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അമ്മ 3 മക്കളുണ്ടായിട്ട് ഈ വീട് ഇങ്ങനെ കെടുക്കണ്ടെന്നൊക്കെ വിശ്വം പറയുന്നുണ്ട്. അതിനുശേഷം ആ ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് കൊടുക്കുമ്പോൾ വിക്രത്തിൽ വലിയ സങ്കടം ആവാണ് കേട്ടോ. എന്നിട്ട് വിശ്വനാണെന്നുണ്ടെങ്കിൽ പഴയൊരു കഥ പറയുകയാണെ, ഞങ്ങളുടെ അച്ഛൻ എല്ലാ പ്രാവശ്യവും ഓണത്തിന് കോടി എടുക്കുമ്പോൾ ഇവന് മാത്രം എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഡ്രസ്സ് ഞാൻ മാറ്റി വയ്ക്കും. അതിന് ശേഷം ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുത്തില്ല എന്ന് പറഞ്ഞ് കരയും. അപ്പം ഞാനെടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊരു ജോഡി ഡ്രസ്സ് ഇവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിലും എൻ്റെ വിശ്വേട്ടൻ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഇവൻ അഭിമാനിക്കും എന്ന് പറയും. പക്ഷേ ഒരു ദിവസം ഇവനത് കണ്ടുപിടിച്ചു കേട്ടോ, അച്ഛൻ തന്നെയാണ് ഇവന് ഡ്രസ്സ് മേടിക്കുന്നതെന്ന്. പക്ഷേ ഇവനൊരിക്കലും അത് എന്നോട് കാണിച്ചില്ല. ആ കൊല്ലവും ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചത്, പക്ഷേ ഈ ഡ്രസ്സ് വാങ്ങിച്ചത് അത് അച്ഛൻ്റെ കാശ് കൊണ്ടല്ല കേട്ടോ, അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും വിക്രത്തിന് സങ്കടം വന്നിട്ട് വിക്രം വേഗം തന്നെ വിശ്വനെ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സാരില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ പോകുകയാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്രമിന് സങ്കടം വരികയാണേ, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ വേദം വന്നിട്ട് ചോദിക്കും എന്തു പറ്റി, കണ്ണൊക്കെ നിറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീട്ടിൽ സ്നേഹത്തിൻ്റെ തണലും വിശ്വാസവും പരസ്പരമുള്ള ഇഷ്ടങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കണ്ണുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ശ്രീജയും വേദയും കൂടിയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രീജനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജനോട് പറയാണ് അതെ ഞാൻ പലതവണ ശ്രീജേടത്തിനോട് ചോദിച്ച് ഒഴിഞ്ഞു മാറിയിട്ടുള്ളതാണ് വിക്രത്തിൻ്റെ കാര്യം എന്ന് പറയാൻ കേട്ടോ. വിക്രത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, പലതവണ ശ്രീജേടത്തി അത് പറയാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ പറയരുത് എന്ന് പറയും. അപ്പോൾ വിക്രത്തിൻ്റെ ഭൂതകാലത്തെപ്പറ്റി എനിക്കറിയണം, ഇത്രയും സ്നേഹമുള്ള അച്ഛനും മോനും പക്ഷേ ഇങ്ങനെ ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ ശ്രീജേടത്തി, ഒരു പക്ഷേ വിക്രത്തിൻ്റെ ജീവിതം നന്നാക്കാനായിട്ട് എനിക്കതുകൊണ്ട് ഉപകാരം ഉണ്ടായെങ്കിലും എന്ന് പറയാണ്. അതൊക്കെ ഇനി പറഞ്ഞറിഞ്ഞിട്ട് എന്താ കാര്യം ശ്രീജേടത്തി എന്ന് വേദയെന്ന് ചോദിക്കാൻ കേട്ടോ. ശ്രീജേടത്തി അറിയണം എടുത്തി, എന്നോട് ഇനിയെങ്കിലും അത് പറയണം, അതൊക്കെ പറയണമെങ്കിൽ കുറേ ഉണ്ട്, അത് സാരില്ല, നമുക്കിപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ശ്രീജ പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. സാധാരണ ഒരു അച്ഛനും മോനെയും പോലൊന്നുമല്ല, അത്രയ്ക്ക് കൂട്ടായിരുന്നു അവരെന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങൾ കാണിക്കാൻ കേട്ടോ. അപ്പോൾ
അച്ഛൻ്റെ ബാക്കിൽ സൈക്കിളുമ്മിലിരുന്ന് വരാണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ ചവിട്ടിട്ട് വെച്ചാന്ന് പറയണേ. വേണ്ട വേണ്ട, നിന്നിരുത്തി ചവിട്ടാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛന് ഒരു മാഷ്ടെ ആരോഗ്യമൊന്നും അല്ലല്ലോ, അതിന് ഞാൻ മണ്ണിൽ പണിയെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയും കേട്ടോ. എന്നെ പണിയെടുപ്പിക്കുന്നത് ഞാൻ മണ്ണിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിനക്ക് നല്ലൊരു നിലയിലെത്തണം. അച്ഛൻ ഉറപ്പായിട്ടും വിശ്വസിച്ചോ, അച്ഛൻ കരുതുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കടയിൽ കയറുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അയാൾ പറയുന്നുണ്ട് മോനെ വെച്ചിട്ട് സൈക്കിൾ ഓട്ടണ്ട. ഇനിയിപ്പോൾ മോൻ അച്ഛനെ വെച്ചിട്ട് സൈക്കിൾ ഓട്ടാൻ പറയുമ്പോൾ ഞങ്ങളതിന് അച്ഛനും മോനും ഒന്നല്ല കൂട്ടുകാരാണ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തോളി കൈയിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയും ഭയങ്കര ഒരു അടുപ്പം ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർ കാപ്പി കുടിക്കാനായിട്ടൊരു ഷോപ്പിൽ കയറിയിരിക്കാൻ കേട്ടോ, ശ്രീജയും വേദയും. അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നത് ഇത്രയും അടുപ്പുണ്ടായിട്ടുള്ള അച്ഛനും മോനും പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയും. അമ്മയ്ക്ക് വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ വിളക്കായത്. സാധാരണ പെൺകുട്ടികളാണ് വീടിൻ്റെ വിളക്കെന്നല്ല പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വിക്രം തന്നെയായിരുന്നു വീടിൻ്റെ വിളക്ക്. അമ്മയ്ക്ക് അവനൊരു പെൺകുട്ടി ആവണമെന്നായിരുന്നു ആഗ്രഹം. ഒരു പെൺകുട്ടിനെ പോലെയൊക്കെ അമ്മ അവനെ പണ്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വിശ്വേട്ടനും വിനായകനൊക്കെ അതും പറഞ്ഞപ്പോഴും അവനെ കളിയാക്കും. പക്ഷേ അതുപോലെ തന്നെയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ ഒരുപാട് പെൺകുട്ടികൾ ഫ്രണ്ട്സായിട്ട് വിക്രമിനുണ്ടെന്ന് പറയും. അപ്പോൾ വേദ അത് ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. വിക്രമിന് പെൺകുട്ടികളുടെ മനസ്സ് വേഗം മനസ്സിലാക്കാൻ പറ്റും. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വിക്രമിന് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രാധ എങ്ങനെയാണ് വിക്രമിൻ്റെ വീട്ടുകാരോടായിട്ട് ഇത്ര അടുത്തതെന്ന് വേദ ചോദിക്കാൻ. അതറിയാനാണല്ലേ തിടുക്കം എന്ന് ശ്രീജ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.